തീവ്രവേദനയോടെയുള്ള രണ്ടാമത്തെ അർത്ഥന. എൻ്റെ മകനെ, എൻ്റെ അടുത്തേക്ക് വരിക. തീവ്രമായ വേദനയോടെയുള്ള എൻ്റെ അർത്ഥന കേൾക്കുക. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ശരീരം ജീവനുള്ള ബലിയായി ഞാൻ സമർപ്പിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ജീവന്റെ അപ്പം. എൻ്റെ രക്തം ഒരു വിലയേറിയ പാനീയമാണ്, മനുഷ്യർക്ക് സ്നേഹപൂർവ്വം നൽകപ്പെട്ട സ്വർഗീയ മാലാഖമാരുടെ പാനീയം. എൻ്റെ മകനെ, നിനക്ക് വേണ്ടി സ്നേഹത്തിന്റെ കൂദാശയിൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നു. സക്രാരിയിൽ നിനക്ക് വേണ്ടി ഞാൻ ബന്ധിതനായിരിക്കുകയാണ്. നീ എന്നെ വളരെ വിരളമായി മാത്രമാണ് സന്ദർശിക്കുന്നത്. കാരണം നിനക്ക് വേണ്ടി ബന്ധിതനായിരിക്കുന്ന എന്നെ നീ പലപ്പോഴും ഓർമ്മിക്കുന്നില്ല. എൻ്റെ മകനെ, പരിശുദ്ധ മദ്ബഹായിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തെ തീഷ്ണതയില്ലാതെയും ശ്രദ്ധക്കുറവോടും അവഗണനയോടും കൂടി നിങ്ങൾ സമീപിക്കുന്നത് കാണുമ്പോൾ എനിക്കുള്ള വേദന അതികഠിനമാണ്. എൻ്റെ മകനെ, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ പൂർണ്ണതയിൽ ഇവിടെയുണ്ട്. നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുക. ഭയഭക്തിയോടും ബഹുമാനത്തോടും കൂടി സമീപിക്കുക. എൻ്റെ മകനെ, വിശുദ്ധ കുർബാനയിലൂടെ നിന്റെ ഹൃദയമാവുന്ന അൾത്താരയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്താണ് ഞാൻ സഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ പാപങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കി നിഷ്കരുണം മർദ്ദിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നെ കഠിന ഹൃദയത്തോടെ മർദ്ദിച്ചതിന് ശേഷം നീ എന്നെ ദൂരേക്ക് വലിച്ചിഴയ്ക്കുകയും അധാർമികത കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. നിന്റെ പാപകരമായ ജീവിതം വഴി നീ എന്നോട് ചെയ്യുന്നതാണിത്. വിശുദ്ധിയുള്ള അവസ്ഥയിൽ എന്നെ സ്വീകരിക്കുന്ന സകല മനുഷ്യർക്കും ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ വരുന്നത് നിനക്ക് ജീവൻ നൽകുവാനാണ്. നിന്റെ ഹൃദയത്തിലെ അധർമ്മങ്ങളെ വിശുദ്ധീകരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ എനിക്കായി തുറക്കുക. നിന്റെ ഹൃദയം എൻ്റെ ആശ്വാസത്തിന്റെ ഒരു സക്രാരിയായി മാറ്റുക. മകനെ, ഒരു കുർബാന സ്വീകരണം മുതൽ അടുത്തതുവരെ ഞാൻ നിന്റെ ഹൃദയത്തിൽ ജീവിച്ചോട്ടെ. എൻ്റെ മകനെ, എന്നെ സ്വാഗതം ചെയ്യുക. എന്നെ സ്വാഗതം ചെയ്യുക. എന്നെ സ്വാഗതം ചെയ്യുന്നവരെല്ലാം എന്നിൽ വസിക്കുന്ന എൻ്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ഉപേക്ഷിക്കുന്നവരെല്ലാം പരിശുദ്ധ ത്രിത്വത്തെയാണ് ഉപേക്ഷിക്കുന്നത്. മകനെ, മറ്റുള്ളവർ എന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ഹൃദയം എൻ്റെ ആശ്വാസത്തിന്റെ സക്രാരിയായി മാറ്റുക. തിരിച്ചു വരാൻ നിന്നെ വിളിക്കുന്ന പീഡ അനുഭവിക്കുന്ന ഈശോ മിശിഹായാണ് ഞാൻ. നിശബ്ദത. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ മുഴു ഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങേ ശരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ. ശരിയായ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങയെ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കും. ആമേ. മനസ്താപപ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാവങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാവങ്ങളായ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനാഹിയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേ. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഇടതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ. സ്തുതിഗീതം. ക്രിസ്തുവിന്റെ പീഡകളെ കുറിച്ചുള്ള അവബോധം മനുഷ്യ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിയാൻ സഹായിക്കുന്നു. സകലതും പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ കൃപ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഞങ്ങൾ അങ്ങയുടേത് മാത്രമായിരിക്കട്ടെ. ലോകത്തിന്റെ പാപങ്ങളെ കുറിച്ചോർത്ത് ഇപ്പോൾ എന്തനുഭവമാണ് അങ്ങേക്കുള്ളത്? അങ്ങയുടെ ഹിതത്തിനെതിരായി പ്രവർത്തിച്ചത് മൂലം അങ്ങേക്കേറ്റ വേദന ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. കർത്താവെ, അങ്ങ് അനുഭവിക്കുന്ന പോലെ ഞങ്ങളും അനുഭവിക്കട്ടെ. കർത്താവെ, അങ്ങ് പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങ് അനുഭവിക്കുന്ന പോലെ ഞങ്ങളും അനുഭവിക്കട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കണം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനം മാംസമായ യേശുക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാൽ നിറഞ്ഞ യേശുവിന്റെ ശരീരത്തെയും ഗത്സമനിലെ അവിടുത്തെ പീഡകളെയും പീഡനങ്ങളെയും മുൾക്കിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങയുടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടുനിണങ്ങളോട് ചേർത്ത് എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. പീഡാനുഭവ പ്രാർത്ഥന. പീഡ അനുഭവിക്കുന്ന യേശുനാഥ, എന്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുന്നതിനായി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ.